എച്ചിങ്ങക്കറി വെക്കുമ്പോൾ എനിക്കൊരു ഓർമ്മയുണ്ട്. പണ്ട് ഈ അമ്മൂമ്മയുടെ കൂടെ നിൽക്കുമ്പോൾ, അതായത് നമ്മൾ ചെറുതുങ്ങളായിരിക്കുമ്പോഴായല്ലോ, ഇങ്ങനെ അത് ചെയ്തോട്ടെ അമ്മേ, ഇത് ചെയ്തോട്ടെ, എന്ത് ചെയ്യാനും റെഡി ആയിരിക്കും. നമ്മൾ കുറച്ചും കൂടി വലുതാകുമ്പോഴായിരിക്കും നമുക്ക് ഈ ക്ഷീണം, തളർച്ച, വേർപ്പിൻ്റെ അസുഖമൊക്കെ വരുന്നത്. അല്ലേ? അപ്പോൾ അമ്മൂമ്മയുടെ വീട്ടിൽ നിൽക്കുമ്പോൾ അമ്മൂമ്മ ഇങ്ങനെ അച്ചിങ്ങക്കറി ഇങ്ങനെ ഒടിക്കണ കാണുമ്പോൾ അമ്മമ്മ ഞാനും സഹായിക്കട്ടെ എന്ന് പറയും. അപ്പോൾ ഇത് കാണിച്ചു തരും എങ്ങനെയാണ് ഒടിക്കണേന്ന്. അപ്പോൾ ഇങ്ങനെയല്ല, ഇത്ര സ്പീഡിൽ ഓടിക്കുന്നൊക്കെ പറയുമ്പോഴേക്കും അമ്മാമ്മയുടെ സ്പീഡിനൊത്ത് എത്താൻ വേണ്ടി ഞാൻ കുറേ ശ്രമിച്ചിട്ടുണ്ട്. ഭയങ്കര കോമ്പറ്റീഷനായിരുന്നു ഉള്ളിൽ എൻ്റെ മനസ്സിൽ. ഇപ്പോൾ ഓർക്കുമ്പോൾ ഒരു സ്വീറ്റ് മെമ്മറി ആയിരുന്നു കേട്ടോ. ഞാൻ അമ്മാമ്മേനെ പോലെ പെർഫെക്റ്റ് ആയിട്ട് ഓടിക്കാനുള്ള സ്പീഡിൽ ഓടിക്കും എന്ന് പറഞ്ഞു ഞാൻ ഒപ്പത്തിനൊപ്പം ഞാനും ശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ എത്താൻ കഴിഞ്ഞിട്ടില്ല എന്നതാണ് അതിനേക്കാളും വലിയ സത്യം. അത് ഭയങ്കര സ്പീഡാണ് അമ്മാമ്മ ഓടിക്കണത്. അച്ഛനും ഓടിക്കണം ടക്ക് 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 ടക്കേന്ന് പറഞ്ഞാ. അത് കണ്ട് എനിക്ക് സത്യം പറഞ്ഞ കൗതുകം തോന്നിയിട്ടുണ്ട്. നിങ്ങൾക്ക് ഇങ്ങനത്തെ അനുഭവം ഉണ്ടായിട്ടുണ്ടോ? ഈ കൗതുകം എനിക്ക് അച്ചിങ്ങ ഓടിക്കുമ്പോഴൊക്കെ എനിക്ക് ഓർമ്മ വരാറുണ്ട് കേട്ടോ. നമുക്ക് ഇതിലേക്ക് കുറച്ച് ചെമ്മീൻ്റെ വെള്ളം ചേർക്കാം. അപ്പോൾ അങ്ങനെയാണ് ഞാൻ ആദ്യമായിട്ട് അച്ചിങ്ങ ഓടിക്കാൻ പഠിച്ചതും അച്ചിങ്ങ കറി വെക്കാനായിട്ട് പഠിച്ചത്. ഇനി നമുക്ക് ഈ അച്ചിങ്ങ ഒലത്തിയതിലേക്ക് കുറച്ച് നമ്മൾ ഉപ്പിൽ വറ്റിച്ച ചെമ്മീൻ്റെ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം. കുറച്ച് ചെമ്മീനും ഇട്ട് കൊടുക്കാം. അപ്പോൾ ആ ഒരു ഫ്ലേവർ അതിലേക്ക് പിടിക്കുകയും ചെയ്യും. പച്ചക്കറി കഴിക്കാൻ ആഗ്രഹമില്ലാത്തവർക്ക് കഴിക്കാനും ഇഷ്ടവും. അങ്ങനെ നമ്മുടെ അച്ചിങ്ങ ചെമ്മീൻ ഇട്ടത് റെഡിയായി.